നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നതോടുകൂടി, വോട്ടെണ്ണൽ കഴിഞ്ഞ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 10 വർഷം നീണ്ട LDF ഭരണം പിണറായി സർക്കാരിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF 100-ലധികം സീറ്റുകൾ നേടി ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം ചർച്ചാ വിഷയമായ ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ മണ്ഡലം. പൂഞ്ഞാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് PC ജോർജ് തന്നെയാണ്. PC ജോർജിൻ്റെ പാർട്ടി BJP ലയിച്ചതിന് ശേഷം, PC ജോർജ് BJP നേതാവായതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പാലായിൽ നിന്നും മത്സരിച്ചു. BJP വലിയ രീതിയിലുള്ള ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയതിന് ശേഷമാണ് പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിച്ചത്. PC ജോർജ് പക്ഷേ വിജയിച്ചില്ല. അവിടുത്തെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലസൂചന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് LDFിൽ നിന്നും UDF മണ്ഡലം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണത്തെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അദ്ദേഹമായിരുന്നു MLA. സിറ്റിംഗ് MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ അട്ടിമറിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യനാണ് ഇത്തവണ മണ്ഡലം പിടിച്ചെടുത്തിരിക്കുന്നത്. 56,900 വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥി MJ സെബാസ്റ്റ്യൻ നേടിയത്. LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സിറ്റിംഗ് MLA 50,207 വോട്ടുകളാണ് നേടിയത്. 6,693 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF ഈ മണ്ഡലം ഇത്തവണ പിടിച്ചെടുത്തത്. കഴിഞ്ഞ തവണ LDFിനെ സംബന്ധിച്ചിടത്തോളം 58,668 വോട്ടുകളാണ് കിട്ടിയത്. UDFിന് 34,633 വോട്ടുകളും PC ജോർജ് കഴിഞ്ഞ തവണയും മത്സരിച്ചിരുന്നു. PC ജോർജിന് 36,172 വോട്ടുകളുമാണ് ലഭിച്ചത്. PC ജോർജിന് ഏതാണ്ട് 41,851 വോട്ടുകളുമാണ് ലഭിച്ചത്. എന്നാൽ PC ജോർജിന് ഇത്തവണ ഈ 41,851 എന്ന നിലയിൽ നിന്നും ഏറെ താഴേക്ക് പോകേണ്ടി വന്നു. 36,172 വോട്ടുകളാണ് PC ജോർജിന് ഇത്തവണ ലഭിച്ചത്. UDF സ്ഥാനാർത്ഥിക്ക് 34,000 നിന്നും 57,000 വോട്ട് വീതം വർദ്ധിക്കുന്നു. LDFിന് വോട്ട് കുറയുന്നു. LDFിനും BJPക്കും വൻ വോട്ട് ചോർച്ച, UDFിന് വൻ വോട്ട് വർധനവ്. ഇതാണ് പൂഞ്ഞാർ മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടായത്. പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് LDFിലും UDFിലും അല്ലാതെ PC ജോർജ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ 63,621 വോട്ടുകളാണ് PC ജോർജിന് അന്ന് ലഭിച്ചത്. PC ജോർജ് അന്ന് ജയിക്കുകയും ചെയ്തിരുന്നു. ആ 63,621 വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 41,851 വോട്ടുകളായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 36,172 വോട്ടുകളായും കുറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അദ്ദേഹം സ്വതന്ത്രനായി നിന്നപ്പോൾ ലഭിച്ച വോട്ടിൽ നിന്നും വലിയ കുറവ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇത്തവണ അവിടെ കടുത്ത മത്സരമുണ്ടാകുമെന്നും അവിടെ ഞാൻ മത്സരത്തിൽ വിജയിക്കും എന്നുമൊക്കെയാണ് PC ജോർജ് അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ശക്തമായ ത്രികോണ മത്സരം എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നത്. LDFും UDFും അവിടെ നേരിട്ടുള്ള പോരാട്ടമായിരുന്നു. 6,693 വോട്ടുകൾക്ക് ഒടുവിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ച് കയറുകയും ചെയ്തു.